നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. കഴിഞ്ഞ കുറച്ചധികം ക്ലാസ്സുകളിലായി യൂണിറ്റ് 1 ടെൻഡർ ടച്ച് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കിയായിട്ടുള്ളത് കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമാണ്. അത് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ പാഠം പഠിച്ചതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. അത് കൂടാതെയുള്ളവയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ആക്ടിവിറ്റി 8. Some events of the story are given below. Write them in order. അപ്പോൾ എന്താണ് നമ്മൾ ഈ ടെൻഡർ ടച്ച് എന്നുള്ള പാഠത്തിലെ കുറച്ച് ഈവൻറ്റ്സ്, കുറച്ച് സംഭവങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു 5 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ അത് എന്താണ്? ഇറ്റ്സ് ഇൻ എ ജംബിൾഡ് ഓർഡർ. അതെന്താണ്? കൂടി കലർന്ന് കിടക്കാന്ന്. കറക്റ്റ് ഓർഡറിലല്ല. നമ്മൾ അതിനെ എന്താക്കണം? കറക്റ്റ് ഓർഡറിലാക്കണം. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിയേ. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവി. ഇതാണോ ആ കവിതയിൽ, ആ ഒരു സ്റ്റോറിയിൽ ആദ്യം നടന്ന സംഭവം? ഹെഡ് മാസ്റ്റർ സാഷയെ നവീനെ കൺഗ്രാജുലേറ്റ് ചെയ്തതാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം അതല്ല. അത് അതിൻ്റെ എൻഡ് ഓഫ് ദി സ്റ്റോറിയിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്, അല്ലേ? യെസ്. സെക്കൻഡ് വൺ, സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. അത് ചിലപ്പോൾ ആദ്യ ഭാഗങ്ങളിൽ നടന്ന ഒരു സംഭവമാണ്. ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളുണ്ട്. അത് ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം ഇത് ഇടണോ ആദ്യം, വേറെ ഉണ്ടോ എന്നുള്ളത്. തേർഡ് വൺ, കവിത വാസ് ക്രാഡ്ലിംഗ് ഹർ യങ്ങർ ബ്രദർ. കവിത എന്ത് ചെയ്യാണ്? അവളുടെ ഇളയ അനിയനെ താരാട്ട് പാടി ഉറക്കുകയാണ്. നവീൻ നോട്ടീസ് എ ഗേൾ നെക്സ്റ്റ് ടു ദി വിൻഡോ. എന്താണ്? നവീൻ എന്ത് കണ്ടു? വിൻഡോയുടെ അടുത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. ഇത് ആദ്യ ഭാഗങ്ങളിൽ നടക്കുന്നതാണ്, അല്ലേ? സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. അങ്ങനെ എന്താണ്? സാഷ കവിതയ്ക്ക് എന്ത് കൊടുക്കുന്നു? ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം 5 സെന്റൻസ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നും ആദ്യം ഏത് നടന്നു, അത് കഴിഞ്ഞിട്ട് ഏതായിരിക്കും, പിന്നീട് ഏതായിരിക്കും എന്നുള്ള ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഇവിടെ ആദ്യം നടന്നത് എന്തായിരിക്കും? അതെ, പെൺകുട്ടിയെ കാണുന്നതല്ലേ? യെസ്. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദി വിൻഡോ. ഇതാണ് ആദ്യത്തത്. അത് ഞാൻ ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കേ. ഫസ്റ്റ് ഇൻസിഡന്റ്, നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദി വിൻഡോ. രണ്ടാമത് എന്തായിരിക്കും? അവളെ കണ്ടു, അവൾക്ക് ഉണ്ണിയപ്പം ഓഫർ ചെയ്തു. അതൊന്നും ഇതിലില്ല, അല്ലേ? പിന്നീടുള്ളത് ഏതാണ്? വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുന്ന വഴിയിൽ അവളെ കണ്ടെത്തുന്നതാണ്. നോക്കിയേ, സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. സാഷയും നവീനും ആരെ വിസിറ്റ് ചെയ്തു? ആരുടെ അടുത്ത് പോയി? കവിതയുടെ അടുത്ത് പോയി. ആൻഡ് ദാറ്റ് വാസ് ദ സെക്കൻഡ് സെന്റൻസ്. നോക്കിയേ, സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഈസ് എന്താണ്? അവർ കണ്ട സമയത്ത് കവിത എന്ത് ചെയ്യുമായിരുന്നു? ഷീ വാസ് ക്രാഡ്ലിംഗ് ഹർ യങ്ങർ ബ്രദർ, അല്ലേ? ലല്ലബീസ് ഒക്കെ പാടി യങ്ങർ ബ്രദറിനെ ഉറക്കുമായിരുന്നു. മൂന്നാമത്തെ നോക്കി, കവിത വാസ് ക്രാഡ്ലിംഗ് ഹർ യങ്ങർ ബ്രദർ. യെസ്, ദാറ്റ് വാസ് ദ തേർഡ് സെന്റൻസ്. അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കവിത വാസ് ക്രാഡ്ലിംഗ് ഹർ യങ്ങർ ബ്രദർ. ആൻഡ് ഫോർത്ത് വൺ ഈസ് സാഷ അവൾക്ക് എന്ത് കൊടുത്തു? ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്തായിരുന്നു ഗിഫ്റ്റ്? ഇറ്റ്സ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. അപ്പം ദിസ് വാസ് ദ ഫോർത്ത് വൺ. നാലാമത്തെ സെന്റൻസ്, സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ആൻഡ് അവസാനത്തെ സെന്റൻസ് നമുക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല, അല്ലേ? ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ഫിഫ്ത്ത് സെന്റൻസ്. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവി. അങ്ങനെ ജംബിൾഡ് ഓർഡറിൽ കടന്ന ഈ ഇത്രയും സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കറക്റ്റ് ഓർഡറിലാക്കാണ്. നമുക്ക് ഒന്നും കൂടെ അതൊന്ന് കറക്റ്റ് ഓർഡറിലാക്കിയത് വായിക്കാം. ഫസ്റ്റ് വൺ, നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദി വിൻഡോ. സെക്കൻഡ് വൺ, സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. തേർഡ് വൺ, Kavita was cradling her younger brother. The fourth one, Sasha gave a picture story book to Kavita. And the last one, the headmaster congratulated Sasha and Navi. Okay, moving to the next activity. 10. Read the sentences given and match them with the emojis. അപ്പോൾ എന്താണ്? ഇവിടെ ഒരു 3 ഇമോജീസ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? 3 ഇമോജീസ് കൊടുത്തിട്ടുണ്ട്. ആ ഇമോജീസ് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇമോജീസ് എന്തൊക്കെ ഇമോഷൻസ് ആണ് പ്രകടിപ്പിക്കുന്നതെന്ന്? The first one is happiness, അല്ലേ? The second one is sadness. And the third one is എന്താണ്? എക്സൈറ്റഡ് ആയിട്ടിരിക്കുക, അല്ലേ? എന്തോ ഒരു അത്ഭുതം കണ്ട പോലെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 3 സെന്റൻസ് തന്നിട്ടുണ്ട്. ആ 3 സെന്റൻസിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള സെന്റൻസ് ആണെന്നാണ് തോന്നുന്നതെങ്കിൽ അവിടെ സന്തോഷത്തിൻ്റെ ഇമോജി വരയ്ക്കുക. സങ്കടമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അവിടെ സങ്കടത്തിൻ്റെ ഇമോജി വരയ്ക്കുക. ആൻഡ് എന്താണ് എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ അതിൻ്റെ ഇമോജി വരയ്ക്കുക. നമുക്ക് ഓരോ സെന്റൻസ് വായിക്കാം. എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ എന്താണ് അവിടെ വരയ്ക്കേണ്ട ഇമോജി എന്ന്. കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. അപ്പൊ എന്താണ്? കവിത എന്ത് ചെയ്യാണ്? സർപ്രൈസ്ഡ് ആവാണ്, അല്ലേ? സ്റ്റോറി ബുക്ക് കിട്ടിയപ്പോൾ കവിത വാസ് സർപ്രൈസ്ഡ്.
അപ്പൊ അവിടെ ഏതായിരിക്കും വരിക? എന്താണ്, ഒരു ഡൗട്ടും വേണ്ട, ദ തേർഡ് ഇമോജി ഈസ് സ്യൂട്ടബിൾ ഫോർ ദിസ് സെന്റൻസ് അല്ലേ? അപ്പൊ നമുക്കത് അവിടെ വരയ്ക്കാം. ചെറുതായിട്ട് ആ ഒരു സ്ക്വയറിൽ കൊള്ളുന്ന രീതിയിൽ ചെറുതായിട്ട് വരയ്ക്കാം. ഞാൻ വരച്ചത് അത്രയ്ക്ക് ശരിയായിട്ടില്ല, നിങ്ങൾ നന്നായിട്ട് വരയ്ക്കും കേട്ടോ. സെക്കൻഡ് വൺ, സാഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. അപ്പം അസംബ്ലിയിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് സാഷയും നവീനെയും എന്ത് ചെയ്യാണ്? ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. നമുക്കാണെങ്കിൽ എന്താ തോന്നുക ആ ഒരു മൊമെന്റിൽ? വി വർ ഹാപ്പി അല്ലേ? നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഇവിടെ അവർക്കും എന്താണ്? സന്തോഷമാണ്. സോ ദ ഇമോജി യൂസ് ഹാപ്പിനെസ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹാപ്പിനെസിന്റെ ഇമോജി കൊടുക്കാം അല്ലേ? ഒരു ഹാപ്പിനെസിന്റെ ഇമോജി കൊടുക്കാം. ആൻഡ് ദ തേർഡ് വൺ ഈസ് സാഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷി ബിക്കെയിം സാഡ്. സാഷ ആ പെൺകുട്ടിയെ കണ്ട സമയത്ത് അവൾക്ക് എന്തായിരുന്നു? കീറി പഴകിയ ഒരു ഡ്രസ്സായിരുന്നു. സോ അത് കണ്ടപ്പോൾ നമ്മൾ സാഷയ്ക്ക് എന്ത് തോന്നി? ഷി ബിക്കെയിം സാഡ്, സങ്കടം തോന്നി. അപ്പോൾ ഒഫ്കോഴ്സ് അവിടെ എന്ത് ഇമോജി ആയിരിക്കും വരിക? സാഡ്നെസിന്റെ ഇമോജി ആയിരിക്കും വരിക. സോ നമുക്ക് സാഡ്നെസിന്റെ ഇമോജി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി അവിടെ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യാണ്. ഇമോജീസ് കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ദെൻ ആക്ടിവിറ്റി 11, സോൾവ് ദ പസിൽ. ഇവിടെ ഒരു പസിലാണ്. പസിൽസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് രീതിയിൽ ഫില്ല് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡൗൺ, ഒന്ന് എക്രോസ്. ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴോട്ട് ഫില്ല് ചെയ്യാനുള്ളത്. എക്രോസ് എന്ന് പറയുമ്പോൾ നേരെ ചെയ്യാനുള്ളത്. അപ്പൊ ഡൗൺ ആദ്യത്തെ നമുക്ക് നോക്കാം. വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ എവിടെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്? ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ആണോ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്? നോ ഇല്ലേ, നമ്മൾ എങ്ങോട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്? സ്കൂളിലേക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യത്തെ ഒന്നിട്ടേക്കുന്ന ആൻസർ എന്താണ്? സ്കൂൾ എന്നുള്ളതാണ് ഒന്നിട്ടേക്കുന്നതിന്റെ ആൻസർ ഇല്ലേ? സോ നമുക്ക് ഈ ഒന്ന് എവിടെ ഇട്ടിരിക്കുന്നത്? ഒന്ന് വേണ്ട ഇവിടെ 1. എസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്സിലാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി സ്പെല്ലിങ്സ് അങ്ങോട്ട് ലെറ്റേഴ്സ് എന്ത് ചെയ്യാം? അവിടെ അങ്ങ് എഴുതി ചേർക്കാം. സ്കൂൾ. ആൻഡ് സെക്കൻഡ് വൺ, എ ഡ്രസ് ഫോർ ഗേൾസ്. പെൺകുട്ടികൾ ഇടുന്ന ഒരു ഡ്രസ്സാണ്. അതിന് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ നോക്കാം. 2 കൊടുത്തിട്ടുണ്ട്. എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെൺകുട്ടികൾ ഇടുന്ന ഒരു ഡ്രസ്സ് എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, എന്തായിരിക്കും? പാവാടയ്ക്ക് എന്താ പറയുന്നത് ഇംഗ്ലീഷിൽ? ഇംഗ്ലീഷ് വേർഡ് എന്താണ് പാവാടയുടെ? ഇറ്റ്സ് സ്കേർട്ട്. എന്താണ്? സ്കേർട്ട്. അപ്പം നമുക്ക് ഇവിടെ സ്കേർട്ട് എഴുതാം. SKIRT, സ്കേർട്ട്. Then the third one, a person who understands you well. നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ. അതാരാണ്? ക്ലൂ ഉണ്ടോ നോക്കാം. മൂന്നാമത്തതാണ്. 3 എവിടെ? 3 വേണ്ട ഇവിടെ. എഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 4th ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇ ആണ്. സോ എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ. അതാരായിരിക്കും? നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് ഇല്ലേ? ഇറ്റ്സ് ഫ്രണ്ട്. നമുക്ക് ഇവിടെ ഫ്രണ്ടിൻ്റെ സ്പെല്ലിംഗ് അങ്ങോട്ട് എഴുതി കൊടുക്കാം. FRIEND, ഫ്രണ്ട്. ഓക്കെ, ദെൻ 5th വൺ ആണ് ഇനി പറയുന്നത്. ടച്ച് ജെൻലി. എന്താണ്? വളരെ പതിയെ ഒന്ന് തൊടുന്നതിന് എന്തായിരിക്കും പറയുന്നത്? ടച്ച് ജെൻലി. 5ാമത്തതാണ്. 5 എവിടെ? ഇതാണ്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ഡി. പിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ അവസാനിക്കുന്ന ഒരു വാക്കാണ്. അർത്ഥം എന്താണ്? ടച്ച് ജെൻലി, വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച്. എന്തായിരിക്കും? പിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന വാക്ക്? ഇറ്റ്സ് പാറ്റഡ്. നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ തട്ടത്തില്ലേ? അച്ഛനും അമ്മയൊക്കെ തട്ടി ഇങ്ങനെ തടവത്തില്ലേ? അതിന് നമ്മൾ എന്താ പറയാ? പാറ്റഡ്. PATTED, പാറ്റഡ്. ദെൻ ഇനി എക്രോസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്തത് ഇത്രയും ഡൗൺ ആണ്. ഇനിയുള്ളതെല്ലാം എക്രോസ് ആണ്. 4th വൺ, ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. എന്താ? എന്തെങ്കിലും ഒരു കാര്യം അറിയാനുള്ള ഒരു ആകാംക്ഷ, ജിജ്ഞാസ. ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക? 4th വൺ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ നോക്കാം. ദാണ്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾ സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ 3rd ലെറ്റർ ഇസ് R ആൻഡ് ദ 5th ലെറ്റർ ഇസ് O ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഇസ് S. എന്തായിരിക്കും അത്? അത് കുറച്ച് പാടാന്ന് കണ്ടുപിടിക്കാൻ. ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ക്യൂരിയസ്. എന്താണ്? എന്തെങ്കിലും അറിയാനുള്ള ആകാംക്ഷ നമ്മൾ എന്താ പറയും? ക്യൂരിയോസിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ക്യൂരിയോസിറ്റി. അത് തന്നെയാണ്. ആ ഒരു വാക്ക് തന്നെയാണ് ക്യൂരിയസ്. അപ്പം നമുക്കിവിടെ എഴുതാം CURIOUS, ക്യൂരിയസ്. ആൻഡ് 6th വൺ ഇസ് എ സ്വിങ്ങിങ് ബേബി ബെഡ്. എന്താണ്? ഒരു ആടുന്ന ഒരു ബേബി ബെഡ്. എന്തായിരിക്കും ആടുന്ന ബേബി ബെഡ്? നമ്മളിവിടെ കണ്ടു കവിതയുടെ യങ് ബ്രദറിനെ ഒരു ബേബി ബെഡ്, സ്വിങ്ങിങ് ബേബി ബെഡിലായിരുന്നു അല്ലേ ഇട്ടിരുന്നത്. അവൻ അവിടെ കിടന്നായിരുന്നില്ലേ ഉറങ്ങിയത്. എന്താണ് സ്വിങ്ങിങ് ബേബി ബെഡിന് പറയുന്ന പേര്? ചിലർക്കെങ്കിലും ഓർമ്മ കാണും. എന്താണ്? അതെ, ക്രാഡിൽ. സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6ാമത്തതാണ്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് CRADLE, ക്രാഡിൽ.
കണ്ടോ? അപ്പൊ നമ്മുടെ പസില് കംപ്ലീറ്റ് ആയി. എന്തൊക്കെയായിരുന്നു? വി ഗോ ടു സ്കൂൾ ടു സ്റ്റഡി, എ ഡ്രസ് ഫോർ ഗേൾസ് എന്തായിരുന്നു? സ്കേർട്ട്. എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് യു വെൽ, ദാറ്റ് ഇസ് ഫ്രണ്ട്. ടച്ച് ജെന്റ്ലി, എന്താ പറയുന്നത് അതിന്? പാറ്റഡ്. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്, എന്തെങ്കിലും അറിയാനുള്ള ആകാംക്ഷ, എന്താ അതിന് പറയുന്നത്? ക്യൂരിയസ്. സ്വിംഗിങ് ബേബി ബെഡ്, എന്താണ് സ്വിംഗിങ് ബേബി ബെഡ്? എന്താണ്? ക്രാഡിൽ. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 12. കുറെ കുട്ടികൾ എന്ത് ചെയ്യാണ്? എന്തൊക്കെയോ കുറെ സാധനങ്ങൾ. ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ എന്താണ് നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുള്ള കുറെ സാധനങ്ങളില്ലേ? ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ഓഫ് കിച്ചൺ ടൂൾസ്. കിച്ചണിൽ കാണുന്ന സാധനങ്ങളാണ് കൂടുതലും. അപ്പോൾ കുട്ടികൾ അതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യാണ്? എന്തോ ഒരു കിച്ചൺ ഓർക്കസ്ട്ര നടത്തുകയാണ്. നമുക്ക് നോക്കാം. Look at the picture and make a list of things in the kitchen. Write them below. Visit your kitchen and add more items to the list. ഈ ഒരു കിച്ചൺ ഓർക്കസ്ട്രയിൽ ഈ കുട്ടികൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഇവിടെ നിന്ന് എഴുതുക. അതുകൂടാതെ നിങ്ങളുടെ വീട്ടില് അടുക്കളയിൽ പോയി അവിടെ നോക്കി കൂടുതൽ ഐറ്റംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കണ്ടെത്തി എഴുതി നോക്കൂ. ആദ്യം ഞാൻ എന്ത് എഴുതിയിരിക്കുന്ന? മോപ്പ്. ഇതെന്താണ്? മോപ്പാണ് അല്ലേ? ദിസ് ഈസ് മോപ്പ്. ദെൻ എന്താണ്? സ്ക്രാപ്പർ. സ്ക്രാപ്പർ എന്താണ്? സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ വേണ്ടേ ഇവിടെ ആരുടെ കയ്യിൽ സ്ക്രാപ്പർ ഉണ്ട്? വേണ്ടേ ഇവന്റെ കയ്യിൽ എന്താ? ഒരു സ്ക്രാപ്പർ ആണ് ഇരിക്കുന്നത്. ചിരവ, കോക്കനട്ട് സ്ക്രാപ്പർ. സ്പൂൺ, ഇവിടെ കുറേ സ്പൂൺസ് ഉണ്ട്. വേണ്ട ഇവിടെ കുറേ സ്പൂൺസ് ഉണ്ട്. ഇവിടെ ഒരു ചിരവയുണ്ട്. ഇവിടെ ഒരു മോപ്പ് ഉണ്ട് അല്ലേ? പിന്നെ ഗ്യാസ് സ്റ്റൗ, വേണ്ടേ ഇവിടെ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. സ്പാറ്റുലാസ്. സ്പാറ്റുലാസ് എന്താണ്? നമ്മൾ ഈ തവികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തവികളാണെന്ന്. സ്പാറ്റുലാസ് ഉണ്ട്, തവികളുണ്ടല്ലോ. ദെൻ ബക്കറ്റ്, വേണ്ടേ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ബക്കറ്റാണ് ഇരിക്കുന്നത്. സ്റ്റീം പോട്ട്. സ്റ്റീം പോട്ട് എന്താണ്? പുട്ടുകുടം. വേണ്ടേ ഒരു പുട്ടുകുടം. വേണ്ടേ അവൻ പുട്ടുകുടം വെച്ച് ഊതുകയാണ് അല്ലേ? ഇത് കൂടാതെ നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ പോയി നോക്കിയിട്ട് ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി ഇതിൽ കൂടാതെയുള്ള വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് താഴെ എഴുതി ചേർക്കുക. Then activity 30. Classify the given items into kitchen utensils, food items and food ingredients. Collect pictures of these and make an album. ഇവിടെ കുറച്ചധികം സാധനങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താക്കണം? 3 ടേബിൾ ആക്കി മാറ്റണം. ഒന്ന് നോക്കേ, കിച്ചൺ യുട്ടൻഷ്യൽസ് എന്താണ്? നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടൂൾസ്, എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ, തവികൾ, കലം, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് കിച്ചൺ യുട്ടൻഷ്യൽസ്. അതിനെ ഒരു കോളം ആക്കുക. ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, അതിനെ ഒരു കോളം ആക്കുക. ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്താണ്? നമ്മൾ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ എന്താണ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? അതിൽ ടീ പൗഡർ ഉണ്ട്, ഷുഗർ ഉണ്ട്, മിൽക്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇല്ലേ? ആ ഇൻഗ്രീഡിയൻസിന് നമ്മൾ ഇവിടെ ആക്കുക. അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഞാനിവിടെ എഴുതിയിട്ടില്ല, കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് നമുക്ക് വായിക്കാം. സ്പൂൺ, പ്ലേറ്റ്, എഗ്, പ്രഷർ കുക്കർ, ബനാന, ചില്ലി പൗഡർ, സോൾട്ട്, ബൗൾ, നൈഫ്, sugar, fork, tea leaves, kettle, frying pan, sieve, wok, coriander powder, mint leaves, rolling pin, spatula, grater, ladle, sambar powder, tomato, ginger, strainer, rice pot, boiled rice, clay pan, earthenware, kitchen stove, oven, hearth, grinding stone, scoop, mortar and pestle, fried dumplings, steamed dumplings, banana fritters, steamed rice cake, ghee rice, rice soup, sardine fry, ലെൻറ്റിൽ ഫ്രിറ്റേഴ്സ്, സ്ട്രിങ് ഹോപ്പേഴ്സ്, കുക്ക്ഡ് റൈസ്. അപ്പോൾ എന്താണ്? ഇത് ഇത്രയാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് തിങ്സ്. ഇതിനെ നമ്മൾ 3 കോളം ആക്കാണ്. കിച്ചൺ യുട്ടൻഷ്യൽസിൽ വരുന്നത് സ്പൂൺ വരുന്നുണ്ട്, പ്ലേറ്റ് വരുന്നുണ്ട്, കുക്കർ വരുന്നുണ്ട്. ഫുഡ് ഐറ്റംസിൽ വരുന്നത് എന്തൊക്കെയാണ്? സ്ട്രിങ് ഹോപ്പേഴ്സ്, ഇടിയപ്പം വരുന്നുണ്ട്, ഗീ റൈസ്, നെയ്ച്ചോറ് വരുന്നുണ്ട്, ബനാന ഫ്രിറ്റേഴ്സ്, പഴംപൊരി വരുന്നുണ്ട്. ഫുഡ് ഇൻഗ്രീഡിയൻസിൽ വരുന്നത് എന്തൊക്കെയാണ്? ചില്ലി പൗഡർ, സോൾട്ട്, ഷുഗർ. ഇത് കൂടാതെ ഈ ലിസ്റ്റിലുള്ള ബാക്കി സാധനങ്ങളെ ഈ 3 കോളംസിലായിട്ട് നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് എഴുതുക. ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു.